വൈഫിന് സാരി വിറ്റ് അരി മേടിച്ചിട്ടുണ്ട്. അവിടെയും 8ാമത്തെ വീട് മാറി, 9ാമത്തെ വീട് മാറി. പിന്നെ കൂട്ടുകാരന്മാരൊക്കെ സഹായിക്കും, കപ്പ കൊണ്ടുവരും, അരി കൊണ്ടുവരും. ജോലി അന്നേരം ഒരു ജോലിയില്ല, സ്വന്തം ഒരു പൈസ ഇല്ല, കടം മേടിക്കാൻ പറ്റില്ല, കടബാധ്യത ഇങ്ങനെ നിൽക്കുന്നു. ഒരു കടയിൽ നിൽക്കാൻ പറ്റില്ല, കടയിലാരും നിന്നാൽ ആരെയും ചോദിച്ചു വരും. വൈഫിന് തൈലറിയാം, ആരും കൊണ്ടു കൊടുക്കുന്നില്ല. മടുത്തു. 9ാമത്തെ വീട് മാറിക്കഴിഞ്ഞ് രാത്രി 1 മണിയായി. എന്തിനു ജീവിക്കണം, ആർക്കുവേണ്ടി ജീവിക്കണം? നീ എന്തിനാ മക്കളെ തന്നെ കർത്താവിനോട് ചോദിക്കാം. ഇതാണോ ജീവിതം? കുട്ടികൾ കിടന്നുറങ്ങുക. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് അവസാനിപ്പിക്കും. പ്ലാനും ചെയ്തു. ഈ 2 കുട്ടികളെ ഉറക്കത്തിൽ നിന്നെടുത്ത് കിണലിലേക്ക് ഇടുക, നമുക്ക് കൈ പുറത്ത് പിടിച്ച് ചാടണം. അപ്പോൾ പ്ലാൻ നേരം വളർത്താൻ 4 ഡെഡ് ബോഡി കാണും. രാത്രി 1 മണി സമയം, കുറേശ്ശെ മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചാടാം. അങ്ങനെ ബൈബിൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഭൂമി 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യങ്ങളും വചനങ്ങൾ എനിക്ക് തറ കിട്ടും. വചനങ്ങൾ ഓരോ പ്രശ്നം വചനങ്ങൾ കിട്ടും. അപ്പോൾ ആ സമയത്തൊക്കെ അതിന് അന്ന് പകൽ 24 കൊല്ലം ചൊല്ലി അരി വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പൊ ഈ ജപമാല ചൊല്ലുന്നു, വചനം വായിക്കുന്നു, ഈശോയിൽ അങ്ങേറ്റം വിശ്വാസമായി സ്വീകരിച്ചിട്ടില്ല. അപ്പോഴും സ്വീകരിച്ചില്ല. അപ്പൊ നമുക്കൊരു എത്തിപ്പെടണ്ടേ? അതൊന്നും തീരുമാനമില്ല. ഞങ്ങൾക്കൊരു ജീവിതം ഒരുക്കണം ആദ്യം, അതാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളെ പ്രേരിപ്പിച്ചില്ല അന്നേരം? ഇല്ല, പലരും ചോദിക്കുന്നുണ്ട്. പോട്ടയിൽ സ്ഥിരം വരും. പോട്ടയിൽ ഞങ്ങൾ എല്ലാവരും അച്ഛന്മാർ, ഞങ്ങളൊക്കെ അച്ഛനൊക്കെ ഭയങ്കര. അപ്പോൾ ഞാൻ വരട്ടെ സ്വീകരിക്കാം. അപ്പോൾ ഇവർ ചോദിക്കുന്നു, നമുക്ക് വീടില്ല, ജോലിയില്ല, വരുമാനം 2 പെൺകുട്ടികൾ താമസിച്ചാൽ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും പ്രതീക്ഷിക്കേണ്ട, അതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ആത്മഹത്യ വന്നു കഴിഞ്ഞപ്പോൾ അവന് മുന്നോട്ടൊന്നും നിർത്തിയില്ല, ഒരു രക്ഷയില്ല. എല്ലാവരും തള്ളിക്കളന്ന് ഒറ്റപ്പെടുത്തി പ്ലാനിങ്. അപ്പോൾ കുട്ടികളെ എടുത്ത് ഇടണം, ചാടണം, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചാടാമെന്ന് ബൈബിൾ തുറന്നു വെച്ചു. ഈ 3 പേർ തീച്ചോളയിൽ കിടന്ന് സൂക്ഷിച്ചു. ആ ഒരു സന്ദേശം കിട്ടി. ദാനിയേൽ സിംഹക്കുള്ളിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന ആ സന്ദേശം കിട്ടി. ഞങ്ങൾ 2 കരങ്ങൾ കോർത്തുകൊണ്ട് സ്തുതിച്ച് സങ്കീർത്തനം ചൊല്ലി, ജപമാല ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, ഇങ്ങനൊരു 3:30 വരെ ഇങ്ങനെ സ്തുതിച്ചോണ്ട് നിർത്തുക. പെട്ടെന്നൊരു ലൈറ്റ് മുറിയിരിക്കും. അപ്പോൾ ചേട്ടാ ആരെ ടോർച്ചടിച്ചാൽ അറിയില്ല, നീ സ്തുതിക്കുന്നു. വീണ്ടും ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് 3:30-4 മണിക്ക് കഴിഞ്ഞു. ഭാരങ്ങളെല്ലാം കുറഞ്ഞു. എന്തൊക്കെയോ ശരീരത്തിൽ നിന്ന് ഊർന്നു പോണ പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ബൈബിൾ തുറന്നപ്പോൾ യോഹന്നാൻ 8:51, എൻ്റെ വചനം പാലിക്കുന്നവർക്ക് മരണമില്ല. പക്ഷെ അത് കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. 4 മണി 4:30 ഞാൻ ഇവിടെ തട്ടി. നേരം വെളുക്കാറായി, ചാടണ്ടേ? അപ്പോൾ വിളിയെടുത്ത് കഴിയുന്നു, ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് കട്ടൻ ചായക്ക് കുടി കഴിഞ്ഞു. 5 മണിയായി. നീ എന്താ പറയണേ? തീരുമാനം പറയും. അവിടെ തിരിഞ്ഞിട്ട് കുക്കായ്മ കൂട്ടി പിടിച്ചു. ഇന്നൊരു മരിക്കണ്ട, ജീവിക്കും, ഞാൻ കൂടെയുണ്ട്. ഞാൻ പൊട്ടിക്കഴിഞ്ഞോട് കാക്കൽ വീണു. കണ്ണീരുകൊണ്ട് നോളൂലിലെ ബഹളായി കരച്ച്. ഇവിടെ പാദങ്ങളൊക്കെ കഴുകി. ആ കണ്ണീരോട് പാദം കഴുകി. നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മതി.